നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പൂത്തുംകടവിൽ കനോലി കനാലിൽ കൂട് കെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി. രണ്ടുകൈ വാരംകുഴി മേഖലയിൽ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന കാട്ടുപോത്തിനെയാണ് വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടത്. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂട് കെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നുവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് പറയുന്നു. സർക്കാർ സഹായത്തോടെ വെള്ളാങ്കല്ലൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് നടത്തുന്ന മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ബുധനാഴ്ച മുതലാണ് മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയത്. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നുവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് കർഷകർ പറയുന്നു. 7 കൂടുകളിലായി വളർത്തിയിരുന്ന ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി എന്നീ മീനുകളാണ് ചത്തുപൊന്തിയത്. 1/2 കിലോ മുതൽ 2.5 കിലോയോളം തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. സുഹൃത്തുക്കളായ 4 പേർ ചേർന്നാണ് 4 വർഷം മുമ്പ് സർക്കാർ സഹായത്തോടെ മത്സ്യകൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മതിലകത്തും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയിരുന്നു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇളന്തിക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ഈ അധ്യയന വർഷം തന്നെ പുത്തൻവേലിക്കരയിൽ IHRD കോളേജ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ഇളന്തിക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. IHRD കോളേജ് പുത്തൻവേലിക്കരയിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ 38 ദിവസം നീണ്ടുനിന്ന സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിലെ 1-ാം നമ്പർ വാഗ്ദാനവും IHRD കോളേജ് സ്ഥാപിക്കുമെന്നായിരുന്നു. മാനാഞ്ചേരിക്കുന്നിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന 1/2 ഏക്കർ 5 സെന്റ് സ്ഥലം 99 വർഷത്തേക്ക് ലീസിന് നൽകാൻ പഞ്ചായത്ത് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് രേഖാമൂലം അറിയിച്ചു. സർക്കാരിൽ നിന്നുള്ള അടുത്ത അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുമെന്ന് റോസി ജോഷി പറഞ്ഞു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് PK ശാന്ത അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KC വത്സല അംഗത്വ വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K ഖാദർ അലി ഉന്നത വിജയം കൈവരിച്ച +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CP അംബുജാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT സലീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു നവീനൻ, MS രാജൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം TS സുധീഷ്, യൂണിറ്റ് സെക്രട്ടറി CA പ്രദീപ്, VP ഗോപകുമാർ, AS വിദ്യാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം MK ചിദംബരൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പുത്തൻവേലിക്കര. പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരണപ്പെടുകയും 200-ലധികം ആളുകൾ വിഷബാധയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയുണ്ടെന്നാരോപിച്ചായിരുന്നു മാർച്ച്. ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവത്തിനോടൊപ്പം ഗൃഹപ്രവേശനോത്സവം നടത്താനൊരുങ്ങി മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ. സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ താക്കോൽദാനം ജൂൺ 2-ന് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഹൃദ്രോഗിയായ ഷാജിയാണ് ഷിജിന്റെ പിതാവ്. ഉഷയാണ് മാതാവ്. ഉഷ ലോട്ടറി വിറ്റ് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിന്റെ വീടിന്റെ ദയനീയ സ്ഥിതി അറിയുന്നത്. ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും സുമനസുകളിൽ നിന്നും സഹായം സ്വീകരിച്ചും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ
തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രധാനാധ്യാപിക PS സീമ പറഞ്ഞു. ഏത് കുട്ടികൾക്കൊക്കെയാണ് പഠനോപകരണങ്ങൾ കൊടുക്കേണ്ടത് എന്നവരുടെ വീടുകൾ സന്ദർശിച്ച് നമ്മൾ വിലയിരുത്തി. ആ ഒരു വരവിലാണ് നമുക്ക് മുൻപും അറിയാമായിരുന്നു ഷിജിൻ എന്നുള്ള മകൻ്റെ ഈ വീടിൻ്റെ ദയനീയാവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത്. വീട് സന്ദർശനത്തിന് ശേഷം പല മീറ്റിങ്ങുകളിലും ഞാൻ ഈ സ്കൂളിലെ പല യോഗങ്ങളിലും ഇത് അവതരിപ്പിച്ചു. 3 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തും അതിൽ സിമന്റിന്റെ V-ഷീറ്റ് ഉപയോഗിച്ചാണ് വീടിന്റെ ചുമരുകൾ തീർത്തിരിക്കുന്നത്. മേൽക്കൂരയായി ഇരുമ്പ് ഷീറ്റും ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം. 320 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ സിറ്റ് ഔട്ടും അടുക്കളയും ബാത്റൂമും ഒരു കിടപ്പുമുറിയുമുണ്ട്. പോർട്ടബിൾ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ഈ കുടുംബത്തിന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ മറ്റ് സുമനസുകളിൽ നിന്നോ വീട് കിട്ടുകയാണെങ്കിൽ പോർട്ടബിൾ രീതിയിൽ നിർമ്മിച്ച ഈ വീട് അർഹമായ മറ്റൊരു കുടുംബത്തിന് നൽകാൻ സാധിക്കുമെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ സനൽ കെ പറഞ്ഞു. വീടിന്റെ താക്കോൽദാനം ജൂൺ 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. മീഡിയ ടൈം, കൊടകര. അന്നമനട ഗ്രാമപഞ്ചായത്ത് അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പുതിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന അവരുടെ വിദ്യാർത്ഥികളുടെ മാനസികമായ ശാരീരികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിനകത്ത് നിലവിലുണ്ട്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു പുതിയ സമൂഹം നമ്മുടെ നാടിനകത്ത് വിദ്യാർത്ഥി സമൂഹം, പ്രത്യേകിച്ച് മാഫിയ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്ക് പറയുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ 2022-23 അധ്യയന വർഷക്കാലത്ത് വെറും 250 സ്കൂളുകളെയാണ് ഇത്തരത്തിലുള്ള മാഫിയ തങ്ങളുടെ വലയിലാക്കി. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MK ഹക്ക് ക്ലാസ് നയിച്ചു. ICDS സൂപ്പർവൈസർ സവിത തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി രണ്ടുകൈ വാരംകുഴി മേഖലയിൽ കുറച്ച് ദിവസങ്ങളായി അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന കാട്ടുപോത്തിനെയാണ് വാരംകുഴി വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടത്. ജനവാസ മേഖലയ്ക്കടുത്തേക്ക് ഇറങ്ങിയ പോത്തിനെ വനം വകുപ്പ് നിയോഗിച്ച് RR ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു. വനത്തിലേക്ക് പലതവണ ഓടിച്ചു വിട്ടെങ്കിലും കാട്ടുപോത്ത് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പൂത്തുംകടവിൽ കനോലി കനാലിൽ കൂട് കെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി. രണ്ടുകൈ വാരംകുഴി മേഖലയിൽ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന കാട്ടുപോത്തിനെയാണ് വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.